മലയാള സിനിമ ഇന്ന് 300 കോടി എന്ന മാജിക്കൽ നമ്പറിലെത്തിയത് നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയാണ്. അതിൽ എല്ലാ മലയാളികൾക്കും അഭിമാനം തോന്നുന്നുണ്ടാകും. ഇന്ത്യയിലെ ഒരു കുഞ്ഞൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും ഉയരത്തിലെത്തിയ മലയാള ഇൻഡസ്ട്രിയുടെ തുടക്കം എങ്ങനായിരുന്നു? കറുപ്പും വെളുപ്പും നിറഞ്ഞ വെള്ളിത്തിരയിൽ നിന്ന് ഇന്ന് 300 കോടിയുടെ തിളക്കത്തിലാണ് മലയാള സിനിമ. വിഗതകുമാരനിൽ നിന്ന് മഞ്ഞുമ്മൽ ബോയ്സും ലോകയും വരെ. ആം ബിപിൻ, വെൽക്കം ബാക്ക് ടു ടോക്ക് വിത്ത് വിപിൻ. മലയാള സിനിമയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1928 ജെസി ഡാനിയൽ എന്ന ചരിത്ര പുരുഷൻ ആദ്യത്തെ മലയാള സിനിമയായ വിഗതകുമാരൻ സൃഷ്ടിച്ചതോടെയാണ്. കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ നിശബ്ദ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിൽ മലയാള സിനിമയുടെ പിറവി അടയാളപ്പെടുത്തി. പക്ഷേ ഡാനിയലിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരു വലിയ വില നൽകേണ്ടി വന്നു. സാമ്പത്തിക തകർച്ചയും സാമൂഹിക തിരസ്കരണവും. എന്നിട്ടും ഒരു ദിവസം 100 കണക്കിന് കോടി രൂപയുടെ വ്യവസായമായി മാറിയ ഒരു തീപ്പൊരി ഇൻഡസ്ട്രി അദ്ദേഹം സൃഷ്ടിച്ചു. പിന്നീട് ടാക്കീസുകൾ വന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ മലയാള ശബ്ദചിത്രമായ ബാലൻ 1938 പുറത്തിറങ്ങി. എല്ലാം മാറ്റിമറിച്ചു. 1940കളിലും 50കളിലും മലയാള സിനിമ കേരളത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ കണ്ണാടിയായി മാറി. 1960 മുതൽ 80 വരെ മലയാള സിനിമ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഗ്ലാമറിലൂടെയല്ല, മറിച്ച് യാഥാർത്ഥ്യത്തിലൂടെയും ശക്തമായ കഥകളിലൂടെയും. അന്നും ഇന്നും മലയാള സിനിമയുടെ നട്ടില് നല്ല തിരക്കഥകളാണ്. രാമു കാര്യാട്ട്, അടൂർ ബാലകൃഷ്ണൻ, ജി അരവിന്ദൻ തുടങ്ങിയ സംവിധായകർ സിനിമയെ ഒരു കലാരൂപമാക്കി മാറ്റി. തകഴിയുടെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ചെമ്മീൻ 1965 മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ ചിത്രമായി. വെറുമൊരു സിനിമ മാത്രമായിരുന്നില്ല അത്. കേരളത്തിന്റെ സിനിമാറ്റിക് ആത്മാവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന കാലഘട്ടമായിരുന്നു അത്. ഏതോ ഒരു ഞായറാഴ്ച വൈകുന്നേരം അത് ദൂരദർശനിൽ കണ്ടത് ഞാൻ ഇന്നും ഓർക്കുന്നു. 70കളും 80കളും സുവർണ ദശകങ്ങളായിരുന്നു. പ്രേം നസീർ, ജയൻ, സുകുമാരൻ, മധു, അങ്ങനെ ഒരുപാട് ലെജൻഡ്സ് മലയാളം സിനിമയെ ഉയരങ്ങളിലെത്തിച്ചു. 1980കളിൽ മോഹൻലാൽ, മമ്മൂട്ടി എന്നും മറ്റു 2 താരോദയങ്ങൾ കൂടി വന്നതോടെ മലയാളം സിനിമാ മേഖലയ്ക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇവരുടെ കൂടെ ഭരതൻ, പത്മരാജൻ, KG ജോർജ് എന്നിവർ കൂടി ആയപ്പോൾ മലയാള സിനിമയുടെ കാലം അതിമനോഹരമായിരുന്നു. ഇതിൽ മോഹൻലാലും മമ്മൂട്ടിയും ഇന്നും മലയാളികളുടെ അഹങ്കാരമായി നിലകൊള്ളുന്നു. തനിയാവർത്തനം, തൂവാനത്തുമ്പികൾ, ചിദംബരം, ഒരു വടക്കൻ വീരഗാഥ, കിരീടം തുടങ്ങിയ സിനിമകൾ അന്നും ഇന്നും ജനമനസ്സുകളുടെ മനസ്സിൽ പ്രിയ സിനിമകളായി നിലകൊള്ളുന്നു. അതുപോലുള്ള സിനിമകൾ നന്നായി മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്നതാണ് യാഥാർത്ഥ്യം. 90കൾ വരെ അവരുടെ മാന്ത്രികത തുടർന്നുകൊണ്ടേയിരുന്നു. 90കളുടെ തുടക്കത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. മധുമോഹന്റെ നേതൃത്വത്തിൽ ചാനലുകളിൽ സീരിയൽ എന്ന ആശയം പ്രത്യക്ഷപ്പെട്ടു. അതോടെ ജനങ്ങൾ അത് ഏറ്റെടുത്തു. മണിച്ചിത്രത്താഴ്, ദേവാസുരം തുടങ്ങിയ ക്ലാസിക്കുകൾ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചപ്പോൾ മാറുന്ന കാലത്തിനനുസരിച്ച് പിടിച്ചു നിൽക്കാൻ മലയാളം ഇൻഡസ്ട്രി നന്നേ പാടുപെട്ടു. 2000 റീമേക്കുകൾ ആവർത്തിച്ചപ്പോൾ ഇവയൊന്നും വിജയിക്കാതെ ഇരുന്നപ്പോഴും തന്മാത്ര, ക്ലാസ്മേറ്റ്സ്, ബിഗ് ബി തുടങ്ങിയ ചില സിനിമകൾ ഇൻഡസ്ട്രിയെ ആകാശത്തോളം ഉയർത്തി. എന്നിരുന്നാലും മലയാള സിനിമ ഒരു പുനർജന്മത്തിനായി കാത്തിരിക്കുകയായിരുന്നു. 2010 ശേഷം പിന്നെ ന്യൂ ജനറേഷനിലേക്ക് മലയാള സിനിമയുടെ മാറ്റമായിരുന്നു. എല്ലാം മാറി. ലിജോ ജോസ് പെല്ലിശ്ശേരി, അഞ്ജലി മേനോൻ, ആഷിഖ് അബു, ദിലീഷ് പോത്തൻ തുടങ്ങിയ യുവ ചലച്ചിത്ര പ്രവർത്തകർ നിയമങ്ങൾ ലംഘിച്ച് മലയാള സിനിമയെ അടിത്തറയിൽ നിന്ന് പുനർനിർമ്മിച്ചു. ട്രാഫിക് എന്ന ഒരൊറ്റ സിനിമയോടുകൂടി റിയലിസ്റ്റിക് സിനിമകൾക്കായുള്ള യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു മലയാള സിനിമ. ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു. തുടർന്ന് ദൃശ്യം, പ്രേമം, കുമ്പളങ്ങി നൈറ്റ്സ് എന്നിങ്ങനെ ബോളിവുഡിൽ പോലും ശ്രദ്ധ പിടിച്ചു പറ്റിയ സിനിമകൾ. ഈ സിനിമകളിൽ പലതും മറ്റു ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. ഈ കാലയളവുകളിലാണ് കോടി ക്ലബ്ബുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. പുതിയ കാലത്തെ ഈ ക്ലബ്ബുകളിൽ ആദ്യം കയറിയ മലയാള സിനിമ 50 കോടി നേട്ടത്തോടെ ദൃശ്യമായിരുന്നു. പിന്നീട് നടന്നത് ചരിത്രം. ഇപ്പോഴിതാ പുതിയൊരു നാഴികക്കല്ല് കൂടി നേടിയിരിക്കുന്നു നമ്മുടെ ഈ കൊച്ചു ഇൻഡസ്ട്രി. അതെ, 300 കോടി എന്ന നേട്ടം. കുറഞ്ഞ ബഡ്ജറ്റിനും ഉയർന്ന നിലവാരത്തിനും പേരുകെട്ട മലയാള സിനിമ 300 കോടി ക്ലബിൽ പ്രവേശിച്ചു. റെക്കോർഡ് ഭേദിച്ച മലയാള സിനിമകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ദൃശ്യം 2 2021 OTTയിലാണ് റിലീസ് ചെയ്യപ്പെട്ടത്. ലോകമെമ്പാടും പ്രിയപ്പെട്ട ഒരു സിനിമയായിരുന്നു അത്. 2018 എന്ന മൂവി 2023 പ്രദർശനത്തിനെത്തിയത്. 200 കോടി കടന്ന ആദ്യ മലയാള സിനിമ ആയി. ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയും
ഈ സിനിമയ്ക്ക് അവകാശപ്പെട്ടതാണ്. മഞ്ഞുമ്മൽ ബോയ്സ് ലോകമെമ്പാടും ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തിയെഴുതി. 2025 ഇറങ്ങിയ ലൂസിഫറും തുടരും എന്നീ സിനിമകളും 200 കോടിക്ക് മുകളിൽ നേട്ടം നേടി. 30 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയെന്ന് പറയപ്പെടുന്ന ഒരു കൊച്ചു സിനിമയായ ലോക 300 കോടി ക്ലബിലെ ഏറ്റവും പുതിയ അംഗമായി എന്ന് അതിന്റെ പ്രൊഡ്യൂസറായ ദുൽഖർ സൽമാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചത്. ഒരു കാലത്ത് ചെറിയ ഇൻഡസ്ട്രി എന്ന് തള്ളിക്കളയപ്പെട്ട മലയാള സിനിമ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ആദരണീയമായ ചലച്ചിത്ര വ്യവസായമാണ്. നമുക്കതിൽ അഭിമാനിക്കാം. കോടി ക്ലബിന്റെ നേട്ടം കൊണ്ട് മാത്രമല്ല, ഇന്ത്യയിലെ ഏതൊരു ഇൻഡസ്ട്രി എടുത്തു നോക്കിയാലും തിരക്കഥയിൽ ഇത്രയേറെ ആഴത്തിൽ വേരൂന്നിയ മറ്റൊരു സിനിമാ മേഖല ഉണ്ടോ എന്നത് സംശയമാണ്. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ കാണാം.